പേരക്കുട്ടികളെ കെട്ടിക്കാൻ വേണ്ടി വരെ അയാൾ ഗൾഫിൽ നിന്ന് നാട്ടിൽ വന്നപ്പോൾ അയാൾ അവസ്ഥ അധോഗതിയും വെള്ളിയാഴ്ച 62 വയസ്സുള്ള അയാളോട് പണിക്ക് പോയിക്കോളാൻ പറഞ്ഞു വീട്ടിൽ നിന്ന്. എന്താ, നിങ്ങളുടെ മക്കളെ മാത്രം സംരക്ഷിക്കേണ്ട കടമേ നിങ്ങൾക്കുള്ളൂ. നിങ്ങളുടെ മക്കൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ജീവിക്കേണ്ട. നിങ്ങളുടെ മക്കളെ കാര്യം നിങ്ങളുടെ മക്കൾ നോക്കും. ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും ഹാപ്പി അല്ലേ? ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. അന്ന് ആമിൻതാത്തൻ്റെ പുരയിലാണ് കേട്ടോ പണി. നല്ല ചോറ്, ഇങ്ങോട്ട് പൊതിച്ചോറുണ്ട്, നത്തോലി ഫ്രൈ ഉണ്ട്, സാമ്പാറുണ്ട്, മീൻചാറുണ്ട്, എല്ലാം ഉണ്ട്. മുത്തുമണി പ്രവാസികളെ, നിങ്ങളോടാണ് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ നിർബന്ധമായിട്ട് ഈ വീഡിയോ മുഴുവൻ കാണുക. എന്താന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ കടമ എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ മക്കളെ നോക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ കടമ. നിങ്ങളുടെ മക്കളെ വിദ്യാഭ്യാസം കൊടുക്കുക, നിങ്ങളുടെ മക്കളെ കല്യാണം കഴിപ്പിച്ചു വിടുക എന്നുള്ളതാണ്. നിങ്ങളുടെ പേരക്കുട്ടികളെ നിങ്ങളെ നോക്കണം എന്ന് ഒരിക്കലും ആരും പറയുന്നില്ല. കഴിഞ്ഞ ദിവസം കോഴിക്കോട് നിന്ന് ഒരാളിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അയാൾ കുറേ ദിവസമായിട്ട് എനിക്ക് ഫേസ്ബുക്കിൽ അയാൾ എൻ്റെ വീഡിയോ കണ്ടിട്ട് എനിക്ക് മെസ്സേജ് അയക്കും, നിങ്ങളൊന്ന് കാണാൻ വരട്ടെ, നിങ്ങളുടെ കൂടെ പണി ഉണ്ടോയെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് എന്ത് പണി അറിയാമെന്ന്. ഞാൻ ഗൾഫിലായിരുന്നു, 42 കൊല്ലം ഗൾഫിലായിരുന്നു, നിങ്ങളുടെ കൂടെ വരട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞ്, മൂപ്പർക്ക് 63 വയസ്സുണ്ട്, 42 കൊല്ലം ഗൾഫിലായിരുന്നു അയാളെ മക്കളെ, 2 ആണും 2 പെണ്ണുമാണ് അയാൾക്കുള്ളത്. അയാളെ മക്കളെയും കെട്ടിക്കാൻ വേണ്ടിയിട്ട് അയാൾ ഗൾഫിൽ നിന്നാണ് ഇപ്പം നാട്ടിൽ വന്നിക്കാണ്. അപ്പം എൻ്റെ പ്രവാസി മുത്തുമണികളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ മക്കളെ കെട്ടിച്ചയക്കുക, നിങ്ങളുടെ മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കേണ്ട കടമ മാത്രമേ നിങ്ങൾക്കുള്ളൂ. നിങ്ങളുടെ മക്കളില്ലേ, നിങ്ങളുടെ പേരക്കുട്ടികളുടെ കാര്യം നിങ്ങളുടെ മക്കൾ നോക്കിക്കോളും. ഇയാൾ പാവം സങ്കടം പറയാണ്, ഇയാൾ 42 കൊല്ലം ഗൾഫിൽ നിന്ന് നല്ല പണിയെടുത്ത് പൈസ ഉണ്ടാക്കി മക്കളെ 4 ആളെ നല്ലോണം കെട്ടിക്കുകയൊക്കെ ചെയ്ത്, 2 അപ്പമക്കളും 2 ആമക്കളും മക്കളെ നല്ലോണം കെട്ടിച്ച് ഓൾക്ക് അടിപൊളി വീടൊക്കെ ഉണ്ടാക്കി ഒക്കെ കൊടുത്ത്, ശേഷം മീനുണ്ടോ, മക്കളെയൊക്കെ നല്ലോണം കെട്ടിച്ചു കൊടുക്കുക, ഓൾക്ക് വീടുണ്ടാക്കാൻ സഹായിക്കുക, എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടിപ്പം പേരക്കുട്ടികളെ കെട്ടിക്കാൻ വേണ്ടി വരെ അയാൾ ഗൾഫിൽ നിന്ന് നാട്ടിൽ വന്നപ്പോൾ അയാൾ അവസ്ഥ അധോഗതിയും വെള്ളിയാഴ്ച 62 വയസ്സുള്ള അയാളോട് പണിക്ക് പോയിക്കോളാൻ പറഞ്ഞു വീട്ടിൽ നിന്ന്. എന്താ, എല്ലാവർക്കും വീടായി, എല്ലാവരും വേറെ പോയി, ഭാര്യ മരിച്ചും പോയി, എന്തു ചെയ്യാൻ പറ്റും? ഇയാൾ അധോഗതിയും വെള്ളിയാഴ്ച നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അയാൾ എന്നോട് പറയും, നിങ്ങളെ കൂടെ ഹെൽപ്പറായിട്ട് എന്തെങ്കിലും പണിക്ക് വരട്ടേന്ന്. ഞാൻ എന്ത് ചെയ്യുമെന്ന് എനിക്കറിയില്ല. ഞാൻ പറഞ്ഞ അയാളോട് വരാൻ. അങ്ങനെ അയാൾ എന്നെ വന്ന് കണ്ടു ഇന്നലെ. അങ്ങനെ ഞാൻ അയാളെ കെട്ടിപ്പിടിച്ച് സമാധാനിപ്പിച്ച് അയാളെ കൂടെ ഭക്ഷണമൊക്കെ കഴിച്ച് അയാളെ ഞാൻ ബസ്സിൽ കയറ്റി വിട്ട്, നിങ്ങൾ സാരല്ല, നിങ്ങൾ മക്കളെ പറഞ്ഞ് മനസ്സിലാക്കി റെഡിയാവുന്നു പറഞ്ഞു. അയാളുടെ ജീവിതം മുഴുവൻ 42 വർഷം ഗൾഫിൽ നിന്നിട്ട് മക്കളെ മുഴുവൻ നോക്കിയപ്പോൾ മക്കളൊന്നും അയാളെ നോക്കുന്നില്ല. അയാളെ ഭാര്യ മരിച്ചും പോയി. അയാൾ എന്നിട്ട് ജോലിക്ക് പോകാൻ വേണ്ടിയിട്ട് ഈ 4 മക്കൾ എവിടെ കൊണ്ടുപോയി തീർക്കും? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് അയാൾ ചെയ്തത്. അപ്പോൾ എനിക്ക് ഒന്ന് മാത്രമേ പറയാനുള്ളൂ, അതുകൊണ്ട് ജീവിതം കളയാതിരിക്കുക. അയാൾക്ക് ഇപ്പോൾ പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ ഇല്ലാത്ത സൂക്കേടൊന്നുമില്ല. അയാളെ നോക്കാനും ആരുമില്ല. 65 വയസ്സായിട്ട് അയാൾ എൻ്റെ കൂടെ പണിയുണ്ടോ